അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഷിബു മുപ്പത്തടം. ഫൈറ്റിന്റെ ഇടയില് ടൈമിങ് ഭയങ്കര ഒരു തെറ്റിയ ഇടി ഉറപ്പാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മമ്മൂക്ക, ലാൽ സാറ്, പൃഥ്വിരാജ്, ദിലീപേട്ടൻ അവരുടെയൊക്കെ ഒരു രക്ഷിതാക്കൾ. മമ്മൂക്കൊക്കെ ഫൈറ്റ് നമുക്ക് മനസ്സിലാവില്ല. മമ്മൂട്ടിയൊക്കെ ഫൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരടുത്ത് തരാം, നീയാണോ വാ ആ വാർത്ത നീ വാ, ഇങ്ങനെയൊക്കെ റിഹേഴ്സൽ എന്താണ് റിഹേഴ്സൽ. പൃഥ്വിരാജും ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര പൃഥ്വിരാജ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നില്ലെങ്കിൽ പണി കിട്ടും. പീഠം മാത്രമല്ല, പുള്ളിക്ക് അതും വിഷയങ്ങളല്ല. ഫൈറ്റിന് ചവിട്ടി മറിച്ച് തന്നെ ഒരു ആവശ്യമില്ല. കുറച്ചായിട്ട് ചവിട്ടും. ചവിട്ട് മേടിക്കുമ്പോൾ നമ്മള് കുഴപ്പമില്ലാത്ത രീതിയിൽ മേടിക്കണം. മനസാക്ഷി എന്നുള്ള സാധനം നമ്മൾ ചവിട്ടുമ്പോൾ അയാളൊരു മനുഷ്യനാണെന്നുള്ള ചിന്ത വരും. ജയറാമേട്ടനല്ലേ ഫൈറ്റൊക്കെ, പക്ഷെ ഇത്തിരി ഈഗോക്കുള്ള ആളാണ്. പക്ഷെ മറ്റുള്ളവർ ചെയ്യണ പോലെ അത്രയൊന്നും. ഇപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ മേത്തൊക്കെ കൊണ്ടുവച്ചാൽ പ്രശ്നം ഉണ്ടാക്കും. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മാസ്റ്റാണെങ്കിലും ജനവിടെ ശരിയായില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പ്രശ്നവും. അന്ന് ശരിയാവാത്ത എന്താ കുഴപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓവർ വിനയമാണ്. വിനയം കൊണ്ട് അങ്ങേരിക്ക കൂന് വന്നത് അങ്ങനെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? പരിക്കിന്റെ കാര്യമൊക്കെ പറയാണ്ടിരിക്കണം നല്ലത്. അത് ചെറിയ സിനിമയാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ ഞാനും ഒരു ടീമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി അടിച്ചിട്ടുണ്ടായി. ആർട്ടിസ്റ്റാണോ? ആർട്ടിസ്റ്റാണ്. സിനിമേന്റെ ലിബറാണ് രാജാക്കന്മാര്. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയി. ഫൈറ്റ് തെറ്റിയപ്പോൾ ഞാൻ മാറിയെന്നാണ്. ഈ പുള്ളി ഒന്ന് ഒറ്റ തള്ളിയിട്ട് തന്നെ പുറകോട്ടം മറന്നാണ്. എന്നിട്ട് ഈ കൈ കുത്തി കൊണ്ടിട്ട് രണ്ട് കൈയുടെ കുഴയും തെറ്റി ഈ പേരിലും. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന പലരെയും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നടന്മാരെയും നടിമാരെയും അതുപോലെ ടെക്നീഷ്യന്മാരെയൊക്കെ. പക്ഷേ ഫൈറ്റ് ചെയ്യുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. കാരണം ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ടാവും. അവരാണ് ഒരു സിനിമയിൽ വേദന എന്താണെന്ന് അനുഭവിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരാളാണ് 20 വർഷത്തോളം ഈ സിനിമയിലുണ്ട്. 100-ലധികം സിനിമകൾ കേട്ടിട്ടുണ്ട്. ഈ ഫേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാരാണെന്ന്. നമ്മുടെ സ്വന്തം ഷിബു മുപ്പത്തടം. അപ്പോൾ എന്തായാലും നമ്മുടെ സ്വന്തം ഷിബു ചേട്ടനാണ്. ഷിബു ചേട്ടാ നമസ്കാരം. നമസ്കാരമുണ്ട്. എനിക്ക് ചേട്ടൻ മുപ്പത്തടത്താണോ പാതാളത്താണോ ഒരു കൺഫ്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. രണ്ടും അടുത്തിടക്കുന്ന സ്ഥലമാണ്. എനിക്ക് അങ്ങോട്ട് മാറിപ്പോകും. ഒട്ടും സംശയം വേണ്ട, മുപ്പത്തടം തന്നെ, നമ്മുടെ സ്വന്തം മുപ്പത്തടമാണ് ഷിബു. അതില്ലെങ്കിൽ ഷിബു ഇല്ല. മുപ്പത്തടത്തുകാരാണ് ഷിബു ചേട്ടൻ ഇങ്ങനെ ആക്കിയത്. അതെ തീർച്ചയായിട്ടും. ഓക്കെ, നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷം ഷിബു ചേട്ടാ. ഇപ്പൊ ഏകദേശം ഒരു 100-ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. 100 ആയിട്ടില്ല, ഏകദേശം 85-90 അതിന്റെ അടുത്ത് ആയിട്ടുണ്ട്. ഓക്കെ, ശരിക്കും ഒരു കറക്റ്റ് കണക്ക് പറയാൻ പറഞ്ഞാൽ പറ്റില്ല. എണ്ണി നോക്കാൻ പറ്റില്ല. അപ്പൊ ഏകദേശം ഒരു 100-അടുത്ത് പടം. ഓക്കെ, ഫസ്റ്റ് പടം ഏതായിരുന്നു ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പടം ലാൽ സാറിന്റെ പടം ഇറങ്ങും. ആ പടത്തിൽ എന്നെ പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. കാരണം അതുണ്ടായില്ല. കാരണം പടത്തിന് പേര് പറയാൻ ഇല്ലാത്ത പടമല്ലേ. പോട്ടെ, ഫൈറ്റ് തന്നെയായിരുന്നോ? അല്ലല്ല, അതിൽ എന്നെ വിളിച്ചത് ക്രൗഡായിട്ടാണ്. കാരണം സിനിമയിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ഭയങ്കര മോഹം ഉണ്ടായിരുന്നു. ചെറുപ്പം തുടങ്ങി ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ എത്തിപ്പെടാൻ എന്നൊക്കെ അറിയില്ലായിരുന്നു. കാരണം നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലോകമാണത്. ഇപ്പൊ ഫ്ലൈറ്റ് ഓടിക്കാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. അവ വിട്ടേക്ക് ചിന്തിക്കാൻ പറ്റില്ല. സിനിമയിലൊക്കെ അഭിനയിക്കുന്ന മോഹം ഉണ്ടെങ്കിലും അതത് ശ്രദ്ധ ഉണ്ടാവില്ല. അങ്ങനെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് വഴി സിനിമയിലെത്തി. അപ്പൊ അങ്ങനെ പറഞ്ഞ എടാ പൊള്ളാച്ചിയിൽ ഒരു പടം നടക്കുന്നുണ്ട് ലാൽ സാറിന്റെ. അന്ന് ലാലേട്ടൻ എന്നൊക്കെ വിളിക്കണം, അങ്ങനെ അറിയാലോ, മോഹൻലാലിന്റെ പടം. അപ്പൊ തന്നെ പോകാൻ പറഞ്ഞ് അങ്ങനെ പോയി. ഉടയോന്ന് പറഞ്ഞേക്കാം, ഉടയോന്നാണ് ആ സിനിമയുടെ പേര്. അവിടെ ചെന്ന് ക്രൗഡിലാണ്. ക്രൗഡിലെ കൊച്ചു മരിച്ചെടുക്കുമ്പോൾ ആ ചേച്ചി ഓടി വരുമ്പോൾ കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ സൂക്ഷിച്ചവരെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ വെച്ച് മണിച്ചേട്ടനെ പരിചയപ്പെട്ടു. ശരിക്കും ശിവചേട്ടാ ഇപ്പോൾ 20 വർഷക്കാലം ഈ മേഖലയിൽ നിൽക്കുന്നത്. നമ്മുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞൊരു ഉപജീവനം ഒന്നും കൂടി പറയാം ഇതിനെ. നമ്മൾ എന്താ പറയുക, വളരെ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ സിനിമയെ കാണുന്നത്. നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നത് വളരെ ഇഷ്ടത്തോടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ലേ? പരിക്കിൻ്റെ കാര്യമൊക്കെ പറയാണ്ടിരിക്കണം നല്ലത്. കാരണം
പ്രജാപതി സിനിമയിൽ സാറ് എനിക്ക് നല്ല വേഷം തന്നിങ്ങനെ ചെന്നിട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് ഈ വാഴ വെട്ടണ സീനുണ്ട്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങലും ഈ വാഴയുടെ പറിച്ച് കളഞ്ഞിട്ട് അത് ക്യാമറക്ക് ബുദ്ധിമുട്ടായിട്ട് മാസ്കാണ് എൻ്റെ വലിയ വാഴ പറിച്ച് കളഞ്ഞു. പറിച്ചാൽ ഇവർ വെറുതെ മണ്ണിട്ടും കൂടി ഉണ്ടായിരുന്നു. ശരിക്കും ഉറപ്പിച്ചിട്ടുണ്ടായില്ല. അപ്പം ഞാനങ്ങനെ ഓടി വന്ന വഴിക്ക് ഈ കാലി ആ കുയിലൊക്കെ പോയിട്ട് കാണാൻ തിരിഞ്ഞു പോയി. തിരിഞ്ഞു പോയിട്ട് ചാടി എഴുന്നേറ്റ് ആ ഒരു ചോരത്തറപ്പിൻ്റെ ചാട്. കാരണം എനിക്ക് പറ്റണില്ല നടക്കുമ്പോൾ എന്തെങ്കിലും തൊണ്ടിയൊക്കെ ഞൊണ്ടിയൊക്കെ ഞാനത് വെട്ടി. അപ്പം കട്ട് അത് വൺമോർന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ തന്നെ മാറ്റും എന്നെ മാറ്റം മാത്രമല്ല സീനാകെ അലമ്പാവും. ഞാൻ കണ്ടിന്യൂറ്റി ആണല്ലോ അതിനകത്ത്. അപ്പൊ നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആള് അടുത്ത ഷോട്ടിൽ ഇല്ലെങ്കിൽ ചോദിക്കില്ല മറ്റേ പുള്ളി എന്ത് ചെയ്യുന്ന ചോദിക്കില്ലേ. കണ്ടിന്യൂറ്റി ഈ സിനിമയില് കണ്ടിന്യൂറ്റി ഭയങ്കര പ്രശ്നമാണ്. എന്നിട്ട് അത് രണ്ടാമത് ചെന്ന് ഇത് വെച്ചുകൊണ്ട് ഇത് ചെയ്ത് ആശാൻ സാറിന് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പറ്റി നീ ഇത് പറയാഞ്ഞേ ഇതിങ്ങനെ അല്ലെങ്കിൽ ഇത് നീ എന്ത് പണിയും കാണിച്ചതിൻ്റെ കാല് പോവില്ലേ. അപ്പോൾ തന്നെ കാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഞരമ്പ് തിരിഞ്ഞു പോയതാണ്. തിരുമ്പ് ഇങ്ങോട്ട് പോകുന്നു, തിരിഞ്ഞ് ഇപ്പുറത്തേക്കായി. പിന്നെ വീട്ടിലെന്താ പിടിയെന്നോളും ബഹള കഴിഞ്ഞ് മേലാല് സിനിമക്ക് പോകണ്ട. അങ്ങനെയൊക്കെ വീട്ടില് പിന്നെ സിനിമ വേറെ വീട്ടിലെത്തിക്കഴിഞ്ഞ കളി മാറി. വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളാണല്ലോ വീട്ടില്, വേറെ എത്താനും വരില്ല. അതെ, നമ്മളെ വന്നിട്ട് വേണം. വൈഫിന് ചെറിയ ജോലിയുണ്ട്, അതുകൊണ്ട് ഒരു കാര്യമൊന്നുമില്ല. നമ്മളെ കൊച്ചു പിള്ളേരെ വിദ്യാഭ്യാസം കാര്യങ്ങൾ ഒക്കെ നമ്മൾ നോക്കണ്ടേ. ഇത് വരുമാനം റെസ്റ്റ് എടുക്കേണ്ടി വന്നു ഒരുപാട്. ഒരു 3 മാസം. 3 മാസം പ്ലാസ്റ്റർ ഇട്ടില്ല, തിരുമ്മി നേരെയാക്കി. ഓഹോ, അതാണോ പറ്റിയെന്ന് ഏറ്റവും വലിയ? അല്ല, അത് ഒന്ന്. അതൊന്ന് ലിസ്റ്റ് എടുക്കണമെങ്കിൽ കുറെ വേറെ ഇതുപോലെ പറ്റിയേക്കണോ? അത് പിന്നെ അത് നമ്മുടെ കോട്ടയത്ത് വെച്ചിട്ട്, കോട്ടയത്ത് വെച്ച് ഒരാളെയാണ് ഫൈറ്റ് ചെയ്തപ്പോ. ഏത് സിനിമ? അത് ചെറിയ സിനിമയാണ്, ഒരു ബിഫോർ അങ്ങനെ സിനിമയാണത്. നമ്മൾ ഒരുപാട് ഈ സിനിമയിൽ ഇങ്ങനെ ഒരുപാട് ചെയ്യുന്ന അങ്ങനെ സിനിമ. അപ്പൊ അതിൽ ഈ പറഞ്ഞ ഞാനും ഒരു ടീം പാർട്ടിനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി അടിച്ചിട്ടുണ്ടായി ഓപ്പോസിറ്റ്. പേരാൻ പറയണല്ലോ, പറയാൻ മോശമല്ലേ. ആർട്ടിസ്റ്റാണ്. കാരണം അത് ചെറിയ സിനിമേന്റെ ഇവരാണല്ലോ രാജാക്കന്മാര്. ഇപ്പൊ ഇവര് രാജാക്കന്മാർ, ഡയറക്ടറായാലും പ്രൊഡ്യൂസർ, ഇവരൊക്കെ ഇവര് പറഞ്ഞ കേട്ടോളണം. കാരണം ഇവര് ആർട്ടിസ്റ്റാണ്. ഇവർക്ക് അമ്മയിലും മായിലും ഒക്കെ മെമ്പർഷിപ്പാണ്. ആത്മയിലൊക്കെ ആളുകളാണ്. അപ്പൊ ഇവർക്ക് രാജാവിനെ കണ്ടോളം വെള്ളടിയും അതൊക്കെ നമ്മള് സഹിച്ചോളണം. വലിയ സിനിമയിലൊന്നും നടക്കില്ല. നടക്കില്ല. ചെറിയ സിനിമ വലിയ സിനിമ അപ്പൊ തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവരിങ്ങനെ അടിച്ച് ഞാൻ പറഞ്ഞ ഇത് മാസ്റ്റർ ഉണ്ട്, മാസ്റ്റർ ഈ പുള്ളിയായിട്ട് കുഴപ്പമില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയി. ഫൈറ്റ് തെറ്റിപ്പോയി ഞാൻ മാറിയെന്നാണ്. ഈ പുള്ളി ഒന്ന് ഒറ്റ തള്ളിയിട്ട് തന്നെ ഈ തള്ളിയോട് ഞാനിങ്ങനെ അങ്ങനെ പുറകോട്ടം മറന്നു. അപ്പൊ എന്റെ ബോഡി വെയിറ്റും ഈ കോട്ടയത്തൊക്കെ ഈ മറ്റേ കല്ല് പോലത്തെ സ്ഥലമുള്ള പൂഴിയല്ല. എന്നിട്ട് ഈ കൈ കുത്തി കൊണ്ടിട്ട് 2 കൈയുടെ കുഴയും തെറ്റി ഈ വിരലൊടിഞ്ഞു. ഈ വിരലൊടിഞ്ഞിട്ട് ഞാൻ കാരണം എനിക്കിത് ഇങ്ങനെ നിൽക്കണേ, മൂത്രം ഒഴിക്കാൻ നമ്മളെ പറ്റണല്ലോ. കാരണം ഇത് എങ്ങനെ ചെയ്യും? ലാസ്റ്റ് എനിക്ക് ഒരു എത്തുമ്പോഴില്ല. കരയാൻ പറ്റുമോ? ഇത്രയും വലിയ മനുഷ്യന് കൈ പറ്റും കരഞ്ഞു പറഞ്ഞാൽ പിന്നെ നമ്മളെ സിനിമയിൽ നിന്ന് പോയില്ലേ. ലാസ്റ്റ് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പണി കിട്ടിയ കണ്ടോണ്ടിരിക്കല്ലേ. പുള്ളി വെറുതെ ഇരിക്കണം പറഞ്ഞു. അപ്പോൾ പുള്ളി വെറുതെ ക്യാമറ ഓൺ ചെയ്യാൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഈ ക്യാമറ ഓൺ ചെയ്യുന്ന മുമ്പ് തള്ളിയെന്തിനാ കൊണ്ട് അവരമ്മല്ലേ ഇതായി. പ്രൊഡ്യൂസർ പ്രശ്നം ഉണ്ടാക്കി. ആ പുള്ളിക്ക് എന്താ ആത്മഹത്യയായിട്ട് ചെയ്യുന്ന ആളാണ്, താൻ എന്തിനു വെറുതെ തള്ളി. അത് അങ്ങനെ ഇങ്ങനെ കൊണ്ട് പുള്ളി അപ്പോൾ തന്നെ വണ്ടി എടുത്ത് പോകാൻ പോക്കായി മറ്റേ മറിച്ചായി. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഈ ബോസിന് എപ്പോഴും ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവുമല്ലോ. എന്നിട്ട് മെഡിക്കൽ കൊണ്ടുപോയി 2 പുള്ളി അവിടെ ഇതൊക്കെ ഇട്ട് 2 ടൈം ബ്ലാസ്റ്റ് ഇട്ട് ഇങ്ങനെ 3 മാസം ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കല്യാണം കഴിച്ചത് ഭാഗ്യമായി. കല്യാണം കഴിച്ചെന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഞാൻ നേരത്തെ മൂത്രം ഒഴിക്കണ്ടേ, ഇവര് മുണ്ടെടുത്ത് കൊടുക്കണ്ടേ. മോളുണ്ട്, പക്ഷെ മോളെ കുടിപ്പിക്കാൻ പറ്റുമോ? കല്യാണം കഴിച്ചുള്ള ഗുണം കല്യാണം കഴിച്ചാ കല്യാണം കഴിച്ചുള്ള ഗുണങ്ങളൊക്കെ തന്നെയാണ്. ഭാര്യ ഭക്ഷണം വരുത്തുന്നത് എല്ലാം നോക്കി. കാരണം
അപ്പോഴൊക്കെയാണ് നമ്മളെ കുടുംബത്തിൻ്റെയും ഭാര്യയുടെ ഒക്കെ വില മനസ്സിലാക്കണത്. പക്ഷെ അവർ പൈസ തന്നിട്ടുണ്ട് എനിക്ക്. ആ എൻ്റെ പ്രൊഡ്യൂസർ നല്ലൊരു മനുഷ്യനായിരുന്നു. എന്താടാ ഇങ്ങനെയൊക്കെ പറ്റിയിട്ട് എന്ത് പൈസ അങ്ങനല്ല, നമ്മുടെ ബില്ലിങ്ങല്ലേ അതൊക്കെ വീട്ടില് ശരിക്കും. അപ്പം ഞാൻ പറയട്ടെ, ചേട്ടനൊരു വർക്കിന് പോകുമ്പോൾ തിരിച്ചു വന്നൊരു വീട്ടില് ടെൻഷൻ ആയിരിക്കില്ലേ? അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർക്കിന് പോയി ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കില്ല വീട്ടിലേക്ക്, ഒരു കാരണവശാലും വിളിക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ശീലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ദിവസം വിളിച്ചില്ലെങ്കിൽ വലിയ പാടാ. കാരണം നമ്മളെ പൊള്ളാച്ചിയിലൊക്കെ പോയി റേഞ്ച് ഉണ്ടാവില്ല സിനിമ. ചിലപ്പോൾ വിളിക്കാൻ പറ്റിയ സാഹചര്യം ആയിരിക്കും. ചിലപ്പോൾ ഷൂട്ട് 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റൂമിലെത്തുമ്പോൾ 10:30 മണിയൊക്കെ കഴിയും. ആ സമയത്തും വിളിക്കാൻ പറ്റിയെന്നില്ല. ഞാൻ വിളിച്ചത് നല്ല ടെൻഷൻ ആയിരിക്കില്ലേ വരണവരെ? ടെൻഷൻ ഉണ്ടാവും. കാരണം ഇത് 1-2 പ്രാവശ്യമല്ലല്ലോ ഈ പരിക്കുകൾ പറ്റിയേക്കണേ. ടെൻഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കിടക്കും. അപ്പം അമ്മ നോക്കും, റൂമിൽ പോകില്ല. എൻ്റെ വണ്ടി ഇരിപ്പുണ്ട്, കാറ അല്ലെങ്കിൽ ബുള്ളറ്റ് ഇരിപ്പുണ്ടാന്ന് നോക്കും. അപ്പം വണ്ടി ഇരിക്കണ്ടെങ്കിൽ അവൻ വന്നുണ്ട് സമാധാനം. അമ്മ ഇങ്ങനെ നോക്കും, വൈഫൊക്കെ തുടങ്ങും. ശരിയാണ്. മോളൊക്കെ നോക്കിയിരിക്കും. ശരിക്കും ഇപ്പം ഈ ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ ചേട്ടാ ഇപ്പം ഈ വാഹനങ്ങളിലുള്ള പരിപാടികളൊന്നും ചെയ്യൂലല്ലോ നമ്മള്. വണ്ടി ഇടിക്കുക. അവൻ ചാണ്ടിയുടെ മകൻ സിനിമയിൽ സുമോ ഓടിച്ച് ചെയ്യാറുണ്ട്. എല്ലാ പരിപാടിയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ഒക്കെ ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ആവേശമാണ്. ആവേശം നമുക്ക് ഇപ്പൊ 100 പേര് നമുക്ക് നോക്കി നിൽക്കുന്നു, നമ്മൾ തന്നെ അവർ ഫോക്കസ് ചെയ്യണത്. നമ്മളിപ്പോ അത് പൊട്ടിക്കണം, എല്ലാവരും ഫോക്കസ് ചെയ്യണത്. അപ്പൊ നമ്മളൊരു ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ ഫൈറ്റ് മാസ്റ്റർക്ക് നമ്മളോട് ഒരു സ്നേഹം തോന്നും. ആള് കൊള്ളാലോ, നമുക്ക് അടുത്തതിൽ പിന്നെ സെറ്റ് ചെയ്യാം. അങ്ങനെ ശശി മാഷ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഈ ഗ്ലാസ് ഒക്കെ പൊട്ടുമ്പോൾ നമുക്കിത് മേത്ത് അത് മറ്റേ പഞ്ചസാര പോലത്തെ അങ്ങനെയാണ് പ്രശ്നമുണ്ട്. എന്നാലും വീഴുമ്പോഴാണ് പ്രശ്നം, പൊട്ടുമ്പോൾ പ്രശ്നം. നമ്മൾ ലാൻഡ് ചെയ്യുന്ന സൈഡിൽ നമ്മൾ വീണ് കഴിയുമ്പോൾ ഈ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ കൈ കാലൊക്കെ നോക്കിയില്ലെങ്കിൽ മുഖത്തൊക്കെ ചിലപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ വീണുമ്പോൾ ഒരു നമ്മൾ മാസ്ക് ചെയ്യാനും പറ്റില്ല, മാസ്ക് ചെയ്താൽ നമ്മളല്ലാണ്ടായി പോകും. ഡൂപ്പാന്ന് പറയുള്ളൂ. അത് തന്നെ. അപ്പൊ നമ്മളെല്ലാം പിടിക്കണം. ഈ ഫൈറ്റിന്റെ ഇടയിൽ ടൈമിങ് ഭയങ്കര ഒരു ടൈമിങ് ഭയങ്കര പ്രശ്നം. തെറ്റിയ ഇടി ഉറപ്പാ, അത് കൊടുക്കുന്നതായാലും കൊള്ളുന്നതായാലും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും തന്നെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്നെ ഇടിക്കുമ്പോൾ ഞാൻ അത് നോക്കി നോക്കണം. ഒഴിഞ്ഞു വന്ന സീനിലൊക്കെ മാറിയില്ലെങ്കിൽ കിട്ടി തന്നെയാണ്. നിങ്ങളെ പണ്ടും കാര്യമില്ല, എൻ്റെ പണ്ടും കാര്യമില്ല. ടൈമിങ് വലിയൊരു സംഭവം. അതൊക്കെ മമ്മൂക്ക, ലാൽ സാറ് അവരുടെയൊക്കെ ഒരു രക്ഷിതാക്കളാണ്. പൃഥ്വിരാജ്, ദിലീപേട്ടൻ ഇങ്ങനെയുള്ളവരൊക്കെ ടൈമിങ്. മമ്മൂക്കൊക്കെ ഫൈറ്റ് നമുക്ക് മനസ്സിലാവില്ല. മമ്മൂട്ടിയൊക്കെ ഫൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരടുത്ത് തരാം, നീയാണോ വാ വാർത്ത നീ വാ, ഇങ്ങനെയൊക്കെ റിഹേഴ്സൽ എന്താണ് റിഹേഴ്സൽ പുള്ളി ഒറ്റതിലാണ്. ടൈമിംഗ് ഒക്കെ കറക്റ്റ് ആണ്. നമുക്ക് പിന്നെ ഇങ്ങനെ ശ്രദ്ധിക്കും. മമ്മൂക്കയാണ് അപ്പൊ അതിൻ്റെ നമ്മൾ അവർ ഭയങ്കര കോച്ചിങ് തന്നിട്ടുണ്ടാവും. മമ്മൂക്കിനെ ശ്രദ്ധിക്കണം, മേത്ത് കൊള്ളരുത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. മമ്മൂക്കിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോൾ മറ്റുള്ളവരെക്കാൾ ഒരു പേടി ഉണ്ടാവും. ഈ ആൾക്കാരെ ആവശ്യമില്ലാതെ പറഞ്ഞ് പേടിപ്പിക്കും. അതുണ്ടാവും. പിന്നെ മമ്മൂക്കയുടെ കുറച്ചു നേരം നിന്ന പേടിയൊക്കെ മാറും. മമ്മൂക്ക സെറ്റിൽ ഭയങ്കര കോമഡിയാ. പിന്നെ ഭയങ്കര കോമഡി, ഭയങ്കര ആ പേടി മാറിപ്പോവും. പിന്നെ നമ്മളൊക്കെ മമ്മൂക്കോട് ഫൈറ്റ് നിൽക്കുമ്പോ നമ്മ രാജാവല്ല, മമ്മൂക്ക ഞാൻ നിൽക്കണേ എന്നൊക്കെ ഒരു രീതിയിലൊക്കെ ഫൈറ്റിന്റെ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര നിങ്ങളായിട്ട് ഭയങ്കര ആ സമയത്തൊക്കെ സംസാരിക്കും. ഇടി ബ്ലോക്ക് ചെയ്യേണ്ട സ്റ്റേജ് ഒക്കെ വന്നിട്ടില്ലേ മമ്മൂക്കായിട്ടൊക്കെ? അങ്ങനെ ഉള്ളിൽ ടെൻഷൻ വരാറില്ല, ദൈവം എങ്ങാനും മാറി കൊണ്ടുണ്ടാവും ടെൻഷൻ. പക്ഷെ ടെൻഷൻ അങ്ങനെ ഉൾക്കൊള്ളാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ആവേശമാണല്ലോ. കാരണം ടെൻഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം നിൽക്കണവരെ ആകാശം മോട്ടിയാണ്, നമുക്കൊരു ടെൻഷൻ ഇല്ലാന്നില്ല. പക്ഷെ നമുക്കത് ആ സമയത്ത് വരില്ല, നമ്മൾ ചെയ്യാറില്ല. നമുക്കൊരു ജനങ്ങളൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവരും നമുക്കായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ശിവചേട്ടൻ ഇത് ടൈമിങ് മാറി അബദ്ധവശാൽ ആർക്കെങ്കിലും ഇടി കൊടുത്തിട്ടോ ഏതെങ്കിലും നടന്മാർക്ക്? ഇല്ല ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ആരേതാ ശരിക്കും കിട്ടിയാണ്? അല്ല, ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു ടൈം മാറി കൊടുത്തിട്ടുണ്ട്. ഏത് പടത്തില അത്? മമ്മൂക്ക നയൻതാര കൂടെ ഉണ്ട്. ഭാസ്കറിൽ സിദ്ധി സാറിന് ആദ്യമേ കണ്ടിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു, സാറിന് മിക്കവാറും അങ്ങനെ ഉണ്ടാവും, ഇതിൽ നിങ്ങൾക്ക് പറ്റിയ വേഷമില്ലടോ, ഇത് ഒക്കെ
ബോംബെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ കുഴപ്പമില്ല സാർ, അടുത്തേലും മതി ഇങ്ങനെ പോകുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോൾ സാറിനും ഭയങ്കര വിഷമമായി. അവർ വന്നിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന രീതിയിൽ സാറ് ഒരു പാട്ട് സീനിൽ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു സീൻ പുള്ളി ക്രിയേറ്റ് ചെയ്തു. അവിടെ വിളിക്കുക ഈ സീൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ നടന്നു വരുമ്പോൾ ഞങ്ങൾ ഓടിച്ചിരുന്നു ഇടിയാണ്. ആ ഇടി സമയത്ത് അരിസഞ്ജനെ പിടിച്ചിടിക്കുന്ന സീനുണ്ട്. പുള്ളി മാറും, പുള്ളി മാറിയില്ല, പുള്ളി മാറിയില്ല. ഇടി പുള്ളി കൂടെ ശരിക്കും കൊണ്ട് പടലേക്ക് കൊണ്ട് കഴുത്തിൽ. പക്ഷെ പുള്ളി അപ്പം തന്നെ പറഞ്ഞ് ആള് തെറ്റല്ല, എൻ്റെ തെറ്റാണ് പുള്ളി അപ്പം തന്നെ പറഞ്ഞു. ശരിക്കും പറഞ്ഞ പുള്ളിയാണ് പറയേണ്ട ആളല്ല. അതെ അതെ, പുള്ളി ഇടി ശരിക്കും കിട്ടി നല്ല വേന എടുക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. വേന എടുത്താലും അറിയിക്കില്ലല്ലോ. അതെ ഇമേജ് പോകും. പുള്ളിനെ പറയുകയും ചെയ്തല്ലോ. പുള്ളി പറഞ്ഞു അത് എൻ്റെ തെറ്റാണ്ടോ എന്ന് പുള്ളി പറഞ്ഞു. ഞാൻ എനിക്ക് അങ്ങോട്ട് വല്ലാണ്ടായി പോയി. കാരണം മമ്മൂക്ക അവിടെ നിൽക്കണ്, നയൻതാര നിൽക്കണ്, ഷാജോൺ ചേട്ടനുണ്ട്, പിന്നെ പുള്ളി നിൽക്കണ്. അപ്പൊ പുള്ളി എനിക്ക് എന്ത് പണിമ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എൻ്റെ സിനിമ കഴിഞ്ഞോടാ. അതെ അതെ, എല്ലാവർക്കും നെഗറ്റീവ് ആവില്ലേ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തോടെ ചെല്ലുമ്പോൾ അവൻ കഴിഞ്ഞ പടത്തിൽ അശ്വരനെ ഇടിച്ച് മറിച്ചാണ് എന്ന് പറഞ്ഞ ചേട്ടൻ പോയി സോറിയൊക്കെ പറഞ്ഞോ? ഞാൻ സ്തംഭിച്ചു പോയി. സോറി പറയാനുള്ള മനസ്സിലേക്ക് വന്നില്ല. കാരണം എന്ത് പണ്ടാണ് ഈ പണി പാളി. കാരണം സീനില്ല, എന്നിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന സീനാ. അതില് സമാധാനം. ചേട്ടന് കിട്ടിയതായിരുന്നു എനിക്ക് ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ നമ്മുടെ മുമ്പിൽ മുൻനിരയിൽ നിൽക്കുന്ന പരിശ്രേഷന്റെ മകൻ അർജുൻ ഫസ്റ്റ് വന്നത് എന്നെ അടിച്ചോണ്ടാണ്. അമ്പാട്ടാഗീസ് ടു ലൈറ്റ് അമ്പാട്ടാഗീസ് അങ്ങനെ ഒരു പടമുണ്ട്. അതിലാണ് ഈ അർജുനും സിനില് മറ്റേ സൈനിന്റെ രണ്ടുപേരും വന്നത്. അപ്പൊ ഒരു ഫസ്റ്റ് പടം വരുടെ ഫസ്റ്റ് പടം വരുമ്പോ ഫസ്റ്റ് സീൻ ഇടിക്കുക തന്നെയാണ് ഇടിക്കുന്നത്. അപ്പൊ അവൻ പറയുന്നത് ചേട്ടാ ഞാൻ ആദ്യമായിട്ട് ഇടിക്കുന്ന ചേട്ടൻ നമ്മൾ നല്ലതായിരിക്കും, എനിക്ക് ഇനി ഇടിയോട് പേര് നാളായിരിക്കുള്ളൂ. അങ്ങനെ അവിടെ നിന്നാണെങ്കിൽ പക്ഷെ ഇപ്പൊ കണ്ടാ സംസാരിക്കോട്ടെ. ഇടി കൊണ്ടോ ചേട്ടന്? അതുകൊണ്ട് എങ്ങനെയായിരുന്നു അത് ഓടി ചാടുന്ന സമയത്ത് അവന്റെ കാൽ സ്ലിപ്പ് ചെയ്താ. നേരെ ഒന്ന് സ്ലിപ്പ് ചെയ്ത് ഇവിടെ കൊണ്ട് അങ്ങനെ കുഴപ്പമില്ല, ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ പിന്നെ പറഞ്ഞ് ചേട്ടാ അടുത്ത ഇവിടെ ചെയ്യുമ്പോൾ ചേട്ടനെ റെക്കമെൻഡ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റില്ല, തിരക്കും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അവരുടേതായിട്ടുള്ള തിരക്കിന്റെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളി ഒരു സാറായിക്കുമ്പോ എനിക്ക് കൊടുക്കുന്നു പറയാൻ പുള്ളിക്ക് പറ്റില്ല. പുള്ളിക്ക് അതിന് വലിയ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അവരൊന്നും കുറ്റമായിട്ട് എല്ലാവരും ഒന്നും ഓർത്തിരിക്കില്ല. അത് ആരും കുറ്റമൊക്കെ തന്നെയാണ്. ആ പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന വലിയ കാര്യം. നമുക്ക് നോക്കാം. ഷാരടി ഫസ്റ്റ് വന്നപ്പോൾ ചവിട്ടി ഇടിച്ചു തന്നെയാണ്. പിന്നെ കപ്പൽ തൊഴിലാളിയില്ലേ അതിലും കിട്ടി. അതല്ല ഇടിച്ചല്ല, ഞങ്ങൾ ഫൈറ്റ് ചെയ്തപ്പോ അന്നൊക്കെ ഇവരിങ്ങനെ പിടിച്ച് വിളിക്കുമ്പോ ഇവർക്ക് അറിയില്ല ഇവര് ഒറിജിനൽ പിടിച്ച് പറ്റകളെ. അപ്പൊ നമുക്ക് ദാസവും കിട്ടും. ഷർട്ടൊക്കെ ഇതൊരു നേക്കിനാണ് പിടിക്കുന്നത് ഇങ്ങനെ. അപ്പൊ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അന്നും വിഷാലൊക്കെ പറഞ്ഞാണ് നമുക്ക് അടുത്ത റെഡിയാക്കാം, നടത്തി തരാം. ഇവരൊക്കെ സ്കിറ്റി പറയുന്നുണ്ട് നടത്തി തരാം. അവരെ പറഞ്ഞിട്ടല്ല, അപ്പൊ അവർക്ക് വരുമ്പോ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഫൈറ്റിൽ ഏറ്റവും ടൈമിംഗ് ഉള്ള ഒരാളാണ് ലാലേട്ടനെന്ന്. ലാലേട്ടനായിട്ട് ഇപ്പം ഞാൻ പുലിമുരുകനിൽ ചേട്ടന് നല്ല രജിസ്റ്റർ ആയി നിൽക്കുന്ന ഒരു ക്യാരക്ടർ അതിലുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ലാലേട്ടനായിട്ടുള്ള ഫൈറ്റ് ഒക്കെ? എങ്ങനെയാണ് അത്? ഈ പറഞ്ഞ പോലെ തന്നെ പുലിമുരുകനിൽ പീറ്റർ ഹേനാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഭയങ്കര കോച്ചിങ് ഒക്കെ ആയിരുന്നു. വന്നത് വിയറ്റ്നാമിൽ നിന്ന് പീറ്റർ ഹേനാണ്. ബാഹുബലിയിൽ 2000 പേരെ വെച്ച് ഫൈറ്റ് ചെയ്ത ആളാണ്. ശ്രദ്ധിക്കണം ഇങ്ങനെ നിൽക്കണം. ഈ പുള്ളി മന്നുണ്ടാകുമ്പോൾ ഞെട്ടിപ്പോവും പീറ്റർ ഹേന. പിന്നെ അങ്ങനത്തെ ഡ്രസ്സും ഹെയർ സ്റ്റൈലിൻ്റെ ഒക്കെ സ്റ്റൈലൊക്കെ ഒരു ഡിഫറെൻ്റ്, ഒരു പ്രത്യേക ടൈപ്പ് ആണ് ഇവരുടെ. വന്ന് ഫൈറ്റ് തുടങ്ങി. 3 ദിവസം പ്രാക്ടീസ്, ഫൈറ്റ് തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് വന്ന് നിൽക്കുന്ന സീൻ അങ്ങോട്ട് സീൻ പട്ടി വരുമ്പോൾ പട്ടിയെടുത്ത് നിൽക്കുന്ന ഇങ്ങനെ സീനൊക്കെ ഞങ്ങൾക്ക് ഉള്ളൂ. അപ്പം ലാലേട്ടൻ വരുന്നു, ഫൈറ്റ് ചെയ്യുന്നു. വെറൈറ്റി ഫൈറ്റേഴ്സ് അങ്ങനെ ചെയ്യണത് അറിയാമല്ലോ, കണ്ടല്ലോ പടം. അപ്പോൾ അതിൽ ഷാജി പാടൂർ എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഉണ്ട്. ഷാജി പാടൂർ പുള്ളി ഞങ്ങളുടെ അത്യാവശ്യം കണക്ഷൻ ഉണ്ട്. സെറ്റിലൊക്കെ വെച്ച് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഇവർ ലാൽ സാറ്, പീറ്റർ ഹേൻ, എൻ്റെ ഡയറക്ടർ, ഈ ഷാജി ചേട്ടൻ, ക്യാമറമാൻ ഷാജി ചേട്ടൻ, വൈശാഖ ഡയറക്ടർ, ഇവിടെ കൂടി ഭയങ്കര ചർച്ച സെറ്റില്.
ഈ ചർച്ച വന്നപ്പോ എന്റെ മനസ്സിൽ കത്തി, ഇത് എന്തോ നറുക്ക് വീഴാനൊരു പരിപാടിയാണ്. കാരണം ഇവര് എന്നെ നോക്കുന്നുണ്ട്, ഫൈറ്റർ നോക്കുന്നുണ്ട്, വൈശാനൊക്കെ എന്നെ അറിയാലോ, നേരത്തെ അറിയാം, നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ നറുക്ക് വീഴാനുള്ള എന്തോ ഇടപാടുണ്ട്. ഞാൻ പതുക്കെ പ്ലാങ്ങി അവിടെ ചെന്ന് നിന്നിപ്പോ ഇവര് പറയാണ്, ഈ ബാഹുബലിയില് മറ്റേ കാളനെ ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയില്ലേ, തള്ളിക്കൊണ്ടുപോയിട്ട് മറിച്ചിടല്ലോ, ആ ഒരു സീനാണ് എടുക്കാൻ പറഞ്ഞത്. അപ്പൊ തള്ളാൻ പറ്റിയ സൈസുള്ള, അത്യാവശ്യം സൈസുള്ള ആള് വേണം. അപ്പൊ അതിന് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ ഫൈറ്റേഴ്സ് അവിടെ നിന്ന് വന്ന ആളാണ്. പിന്നെ വേറെ ഉള്ളവർക്ക് അത്ര പ്രാക്ടീസ് ഒന്നും പോരാ, അവർ ആദ്യമായിട്ട് വന്നു. അപ്പോൾ അവർ ഫൈറ്റേഴ്സിനോട് ചെയ്യണോ അല്ലെങ്കിൽ കമ്പനി ആർട്ടിസ്റ്റോട് ചെയ്യണമെന്ന് അവർ ഭയങ്കര ചർച്ചയിലാണ്. നമ്മൾ ചോദിച്ചിട്ട് എന്താ സംഭവം, അത് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ആരെക്കൊണ്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതാണ്. ഞാൻ ഓടി വന്നുകൊണ്ട് വയസ്സാൻ്റെ കാൽമട വീണ്, സാറേ ഇത് ഞാൻ ചെയ്തോളാം. എടാ അങ്ങനെ അവർ തീരുമാനിക്കാം, അല്ല സാർ ഞാനത് ചെയ്തോളാം, ഇത് എനിക്ക് വേണം, ഞാൻ ചെയ്തോളാം, നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കാം, ഞാൻ പറഞ്ഞു നോക്കാം പറഞ്ഞിട്ട് പീറ്ററയോട് പറഞ്ഞ് ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആ പുലിമുരുകലിൽ ആ സീൻ. അപ്പൊ ഈ എന്താ സീൻ എനിക്കറിയില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ഒരു ഫൈറ്റ് സീക്വൻസ് ആണെന്ന് എനിക്കറിയാം. ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ഇന്നലെ ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്രയും ചർച്ചയുടെ ആവശ്യമില്ല അവിടെ. അപ്പൊ ഞാൻ വിളിച്ചിരുത്തി, അപ്പോൾ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഒരിക്കലും ചെയ്യരുത്, നമ്മളില്ല, നമ്മളെന്ത് ചോദിക്കാനും ആളൊന്നും ചോദിക്കാനില്ല, ചെയ്യരുത്, അഭിനയിക്കാൻ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് പുള്ളി വന്ന് നിന്ന് ഒരു ദിവസം ഉച്ചയാണെങ്കിൽ വൈകുന്നേരം വരും ചെയ്ത്, പിറ്റേ ദിവസം കാലത്താണെങ്കിൽ ഉച്ചവരും ചെയ്ത് ആ സീൻ. കാരണം പല ഷോട്ടുകളാണ് അവിടെ നിന്ന് ഇവിടുന്ന്, വൈശാന്റെ ഇവിടെ നിന്ന് തന്നെ നല്ല സ്ലോ ആയിരിക്കും, എല്ലാം കൃത്യതയിൽ ചെയ്യും, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ദിവസം ഇത്രയും ഇങ്ങനെ നിൽക്കാൻ പറ്റും, ഇന്ന് അഭിനയിക്കാൻ പറ്റും. കാരണം ഒരു പൂച്ചക്കുട്ടി പോലെയാണ് പുള്ളി, ഒരു പൂച്ച പോലെയാണ്. കാരണം ഒരു ദിവസം ഉച്ചക്ക് ഒരു വൈകുന്നേരം ചെയ്യുന്ന പറഞ്ഞില്ലേ, പിറ്റേ ദിവസം കാലത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞ് മോനെ വാ ചവിട്ടിക്കോ. ഞാൻ പറഞ്ഞു സാറ് ഞാനല്ല, സാറ് എന്നെയാണ് ചോട്ടണത്. ഓ ഞാനാണല്ലോ ചോട്ടണത്, ഓക്കെ കാലെടുത്ത് കാല് അതൊന്നും വേണ്ട, അതൊന്നും ചെയ്യാൻ പാടില്ല, മനുഷ്യൻ്റെ കാലമാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഞാൻ വെച്ചിട്ട് ട്രോളിയിലാണ് തള്ളിക്കൊണ്ടാണ് സീനൊക്കെ എടുത്ത്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് മാത്രം. എനിക്ക് വേണം ആ പുലിമുരുകൻ ഹിറ്റോടി ഒരുപാട് കോള്, പിന്നെ അവിടെ ചെന്ന് നടക്കുന്ന നെഞ്ചത്ത് തടയാക്കി നോക്കൂല, അതിലും ഭീകരമായിട്ട് ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ പണം ഹിറ്റായില്ല. ഈ പണം പോലെ ഞാനല്ല, ചവിട്ടിയുടെ ഇടിച്ചും മറിച്ചൊക്കെ ഉള്ള ഒരുപാട് സംഭവമുണ്ട്. പക്ഷെ ഇത് വേറൊരു സംഭവം ഹിറ്റായി. അപ്പോൾ നമ്മുടെ പുലിമുരുകൻ്റെ പടം റിലീസായപ്പോൾ ഒരുപാട് ലാലിട്ടും ചവിട്ടി നെഞ്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തടയൊക്കെ പോവാം. അപ്പോൾ നമുക്കൊരു സന്തോഷം. ഈ ഫൈറ്റിൽ ലാലേട്ടനൊപ്പം നിൽക്കുമ്പോൾ ലാലേട്ടൻ്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും പറഞ്ഞേക്കാം ടൈമിങ് പക്കയാണ്, നമുക്ക് മനസ്സിലാവില്ല. ആ കൈയരിയത്തൂടെയൊക്കെ പോകുന്ന ഈ പുള്ളി സാറ് പിടിക്കുമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ആക്ഷൻ പറയുമ്പോഴൊക്കെ അങ്ങോട്ട് തിരിഞ്ഞൊക്കെ നിൽക്കിയിരിക്കുള്ളൂ. മനസ്സിലായി. ഇപ്പം നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഷിപ്പ് റെഡിയല്ലേ റെഡി സാർ, നമ്മൾ ആക്ഷൻ നിൽക്കും. ഈ ഇദ്ദേഹം അങ്ങനെ നിൽക്കൊന്നുമില്ല, ഇങ്ങനെ അപ്പോഴും ഇത് പൂച്ചക്കുഞ്ഞ് നിൽക്കണമല്ലോ, അങ്ങനെ തെക്കോട്ടും മടക്കോട്ടും നിൽക്കുള്ളൂ. ആക്ഷൻ പറഞ്ഞപ്പോൾ പുള്ളി വേറൊരാളായി. എക്സ്പ്രഷനും അതുവരെ പുള്ളി മോനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒക്കെ സംസാരിച്ചിരിക്കും. അപ്പം നമുക്കും തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് വിളിച്ചു പറയും, ഷിബുടാ നീ അഭിനയിച്ചേക്കടാ, നീ എവിടെ നോക്കിക്കണേ, അഭിനയിച്ചേക്ക്. കാരണം സ്റ്റാർട്ട് ക്യാമറ പറയല്ലേ, അപ്പൊ റോളിംഗ് എന്ന് പറഞ്ഞേക്കുമ്പോ നമ്മളിപ്പോ സ്റ്റാർട്ട് ക്യാമറ തന്നെ നമ്മള് നിന്നോളണം ഇടിക്കാനായിട്ട്. അതിന് നിൽക്കുമ്പോ തന്നെ ആക്ഷൻ പിടിച്ചോളണം. ഇത് റോൾ ക്യാമറ പുള്ളി തക്കോട്ടൊക്കെ ഇരിക്കുള്ളൂ. അപ്പൊ നമ്മളും ആ ഒരു ഇതിലായി പോകും. പുള്ളി അങ്ങനെ തിരിഞ്ഞു പറഞ്ഞ പുള്ളി എന്ത് തിരിയുമ്പോഴും അഭിനയം നിൽക്കുന്ന എല്ലാത്തിനും അഭിനയം ഉണ്ടല്ലോ. അവിടെ തിരിയാൻ തന്നെ അത് എന്തിനാ കാണിച്ചിട്ട് തിരിയുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെ ഒരു മമ്മൂട്ടി മോഹൻലാൽ അവരുടെ എക്സ്പീരിയൻസ് ഫൈറ്റിൽ ഒരു ഇപ്പൊ നിങ്ങളെപ്പോലുള്ളവർക്ക് ടെൻഷൻ ഇല്ലല്ലേ, ഇടി മാറിക്കൊള്ളൂല എന്നൊരു ധൈര്യം ഉണ്ടാവും. അതുണ്ട്. ഇവരുടെ ഒപ്പം നിൽക്കണം. കാരണം ഇവരുടെ മേത്ത് നമ്മളെ കൈ കൊണ്ടാ പിന്നെ മലയാള സിനിമ നമ്മളില്ല. പിന്നെ കരിയിലേക്ക് തീ പിടിച്ച പോലെയാണ്. കാരണം അപ്പം തന്നെ ഇതാവില്ലേ. മറ്റേ ഷിബു ആ പടത്തില് ലാലാനെ ഇടിച്ച് ലാലാനെ മേത്തോണ്ട്
മതി, പിന്നെ ഒരാളോട് തീർന്ന് അടുപ്പിക്കില്ല. ശരിക്കും എല്ലാവരും വന്നിട്ട് നമ്മളോട് പറയുമോ എന്നിട്ട് എടാ നോക്കണേ നോക്കി ചെയ്യണേ പറയും പറയും എല്ലാവരും ആ ഒരു ശ്രദ്ധിക്കണം. അത് ഡയറക്ടർ തുടങ്ങി ക്ലാപ്പ് അടിക്കുന്നവരും എന്ന് പറയും. കാരണം ഇതിനെ പറ്റിയ പടം നിന്ന് പോകും. അതാണ് പടം നിന്ന് പോകും. ചേട്ടാ ഒരു ഇടിക്കുന്നതിനെക്കാട്ടിയും ഇടി കൊള്ളുന്ന റിയാക്ഷനിലാണ് പവർ കിട്ടാന്ന് പറയാം. ഒരു ഫൈറ്റ് സീനിൽ ഇടിക്കുന്നതിനെക്കാട്ടിയും ആ ഇടിക്കുന്ന ആളുടെ ഇടി കൊള്ളുന്ന ആളുടെ റിയാക്ഷനാണ് ഈ ഇടിയുടെ പവർ മനസ്സിലാവുമെന്ന് പറയാം. അതെ. ഇപ്പോൾ ചേട്ടനെ ഞാൻ ഇടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇടിക്കുന്നതിനെക്കാട്ടിയും ചേട്ടൻ ഇടുന്ന റിയാക്ഷനിലാണ് ഈ ഇടിക്ക് എന്ത് പവർ ഉണ്ടെന്ന് മനസ്സിലാവുമെന്ന് പറയുന്നത്. അപ്പോൾ അത്ര റിയാക്ഷൻസ് റീടേക്ക് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പെടലി കഴുത്ത് അല്ല അത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഈ കണ്ടു പഠിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഒരു സുപ്രായത്തിലൊരു ഫൈറ്ററോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കയറി വന്ന ആളല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ക്രൗഡായിട്ട് നോക്കി നിൽക്കുന്ന സീനിൽ ഇവരെന്തൊക്കെ ചെയ്യുന്നു, എങ്ങനെ ഒക്കെ ചെയ്യുന്നു കണ്ടു മനസ്സിലാക്കിയിട്ട് അത്യാവശ്യം വലിയ ഇതായിട്ട് പറഞ്ഞല്ല, അത്യാവശ്യം മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഞാൻ ഈ ഗുണ്ടാ സെറ്റിലേക്ക് കയറി വന്നത്. ഓൾറെഡി ഗുണ്ടയിലേക്ക് വന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ നോക്കി ഇങ്ങനെ സീനിൽ അഭിനയിച്ചെന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഒരാളുടെ ഫൈറ്റ് ഇടിക്കുമ്പോൾ നമ്മുടെ മുഖം റിയാക്ഷൻ കൊടുക്കണം. നമ്മൾ അത് കൊള്ളുമ്പോഴും കൊടുക്കണം. ഓരോ അടിച്ച് തന്നെ നമ്മൾ ആ സാധനം കൊടുക്കണം. കട്ട് പറയുന്നത് നമ്മൾ ആ സാധനത്തിൽ നിന്നോളണം. അത് ഗുണം. ആ ഇത് കൊടുത്ത് ആ അടി ഒരു സ്ലോമാണെങ്കിൽ എന്തോ അടിയത് നല്ല ഇടി മോത്ത് കിട്ടണമെങ്കിൽ എങ്ങനത്തെ റിയാക്ഷൻ കിട്ടുക? നമ്മൾ ശരിക്കും ഒറ്റ ഇടിച്ച് നമ്മളത് നമ്മളത് കൊടുക്കും. ചെറിയ ഒരു സാധനം ഇടി കൊണ്ടപാടെ നമ്മളെ ദേഷ്യത്തോടെ ഒരു നോട്ടൂല്ലേ, അതെങ്ങനെയാണ് ചേട്ടന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അതിപ്പോ നമ്മളിപ്പോ ഇടി കൊണ്ട് നമ്മൾ വർത്താൻ പറഞ്ഞ് ഒരൊറ്റിടി കൊണ്ട് ഇവിടെ കോപ്പറം നീ കാണിച്ചത് ഇപ്പൊ അറിയണ്ടേ നീ ഇടി കൊണ്ടു കഴിഞ്ഞാൽ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട്. അതിപ്പോ നമ്മള് ബ്ലഡ് വന്നില്ലെങ്കിൽ നമ്മൾ നോക്കും. ഇപ്പൊ നമ്മളെ തല മുട്ടിയാലും നമ്മൾ നോക്കുമല്ലേ, ചോര വരും എന്ത് നമ്മൾ തല മുട്ടിയാലും നോക്കും, മൂക്കിട്ടും അത് നോക്കും, പല്ലും പിടിച്ചാലും ചോരാണ് നോക്കും. അതെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. നമുക്ക് ഇത്രയും ഇതുള്ളതുകൊണ്ട് അതുപോലെ ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു, മമ്മൂക്കയുടെ കാര്യം പറഞ്ഞു, പൃഥ്വിരാജും ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. നമ്മൾ നോക്കുന്നില്ലെങ്കിൽ പണി കിട്ടും. അത്രയും സ്പീഡായിരിക്കും. സ്പീഡ് മാത്രമല്ല, പുള്ളിക്ക് അത് വിഷയങ്ങളല്ല. ഇപ്പൊ നമ്മുടെ റോബിൻ ഹുഡ് ഫൈറ്റ് ചവിട്ടി മറിച്ചെന്നെ, ചവിട്ടിക്ക് ഒരു ആവശ്യമില്ല. അത് പുള്ളിയുടെ ഒരു ഇതാണ്. കാരണം അത് പുള്ളി തൊഴിലാണത്. അത് പുള്ളിയുടെ ഫൈറ്റ് ചെയ്യുന്ന പുള്ളി തൊഴിലാണ്. അപ്പൊ ഞാൻ നോക്കി നോക്കണം. പുള്ളി ഒറിജിനലായിട്ട് ചവിട്ടും. ആ ചവിട്ട് മേടിക്കുമ്പോൾ നമ്മള് കുഴപ്പമില്ലാത്ത രീതിയിൽ മേടിക്കണം. കാരണം പുള്ളി ചവിട്ടും. മറ്റേത് കിട്ടണമെങ്കിൽ ഒരു ആക്ടിങ് ഉണ്ടാവും ചവിട്ടിലൊരു ഒരു മനുഷ്യനെ ചവിട്ടണം എന്നുള്ള ഒരു ഇതുണ്ടാവും. പുള്ളിക്ക് അതൊന്നും നോട്ടൊന്നുമില്ല. ചവിട്ടും. ഇടിയാണെങ്കിലും ഇടിക്കും. നമ്മൾ നോക്കുന്നതാണോ? ചേട്ടൻ കിട്ടിയിട്ടുണ്ടോ? രണ്ടൊന്നാണോ? റോബിൻ ഹുഡില്ലേ കിട്ടി ചവിട്ടിട്ടുണ്ട്. പുള്ള ഫൈറ്റ് നല്ല സ്റ്റൈലാണ് കാണാൻ. കാരണം പുള്ളി ആ പെർഫെക്ഷൻ പുള്ളി കൊണ്ടുവരുന്നത് അതാണ്. പുള്ളി ആത്മാർത്ഥമായിട്ട് ആ സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി ഇടിയാണ്. അത് പുള്ളി പറയോ സോറി ഒക്കെ പറയോ ഇടി കൊണ്ട്? ഇല്ല, അങ്ങനല്ല. കിട്ടിയല്ലേ നോക്കണം. അത് നിങ്ങളുടെ ഇതാണ്, നിങ്ങളുടെ മേത്ത് കൊള്ളണം നോക്കണം, നിങ്ങളുടെ ചുമതലയാണ്. അത് ഒന്നാലോചിച്ചാൽ അത് ശരിയാണ്. പക്ഷെ മനസാക്ഷി എന്നുള്ള സാധനം നമ്മൾ ചവിട്ടുമ്പോൾ അയാളൊരു മനുഷ്യനാണെന്നുള്ള ചിന്ത വരും. പുള്ളിക്കാതൊന്നും പ്രശ്നങ്ങളല്ല. ഈ ഇടിക്കാൻ പേടിയുള്ള ആളാരാ? സോറി ഒക്കെ പറയില്ല നമ്മുടെ അടുത്ത് ചിലവരില്ലേ, മേത്തൊക്കെ തട്ടിയാൽ തന്നെ ഒന്നും വിചാരിക്കല്ലേട്ടോ. അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. ഇടിക്കുമ്പോ അത് രസം ഇന്ദ്രൻ സാറിനാണ്. അയ്യോ പിന്നെ ഇന്ദ്രൻ സാറിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൻ സാറിന് ഞാനവിടെ വീഡിയോയില് നടന്ന സീനുണ്ട്. ഇടിച്ചിങ്ങനെ മനസ്സിനുണ്ട്. അത് ഹലദൂബ അങ്ങനെ 3-4 ഉണ്ട്. ഹലദൂബായക്കാരുടെ സീനുണ്ട്. ഇങ്ങനെ സീനുണ്ട്. അപ്പൊ എന്ത് സംബന്ധിച്ചാല് പുള്ളിക്ക് ഇടി ഭയങ്കര പേടിയാ. അപ്പൊ എന്നെ ഷിബോണാന്ന് വിളിക്കുള്ളൂ. കാര്യം ഇങ്ങനെ ഷിബോണ്ണ അങ്ങനെ ഫൈറ്റേഴ്സിന് അണ്ണന്മാരാണ്. അപ്പൊ എന്നെ അണ്ണ അങ്ങനെ ഞങ്ങളെ പിടിച്ചിട്ട് നിൽക്കും.
അപ്പം ഞാൻ പറയും ചേട്ടാ നമുക്ക് മുമ്പിൽ തന്നെ ക്യാമറ കാണുള്ളൂ അത് നോക്കും വേറെ പണി ഉണ്ടോ ആ ചണ്ണനെ പിടിക്കുന്നു പറയും. പിന്നെ ഞങ്ങൾ ഏറ്റവും ക്യാമറ പറയായിരിക്കുള്ളൂ. പക്ഷേ ഈ ആക്ഷൻ പറയുമ്പോണ്ടല്ലോ ഞങ്ങൾ മുമ്പിലുണ്ടാവും. അത് ഈ പുള്ളിക്ക് ഭയങ്കര കഴിവാത്. എങ്ങനെയൊക്കെ ഇറങ്ങി ഇങ്ങനൊക്കെ പിടിച്ചു വലിച്ച് നമ്മുടെ ക്യാമറ മുമ്പിൽ നമ്മളുണ്ടാവും. മേത്ത് മുട്ടിയായിരുന്നോ ഇല്ല നോക്കണം കേട്ടോ കൈയ്യൊക്കെ നോക്കണം. ഭയങ്കര രസമാണ്. ഞാൻ എടുത്ത് പൊക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ അതല്ല സംഭവം രസം പുള്ളിക്കാരൻ. പുള്ളിക്ക് നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന ഭയങ്കര അല്ല ആരോടും അങ്ങനെ ഒരു ഇതില്ല. എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരന്. നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോഴും ഞങ്ങൾക്ക് നമ്മൾ അവതാരകർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പം ഞാൻ മുന്നിൽ ഇരിക്കുകയാണ്. ഭക്ഷണം കൊണ്ട് തരുമല്ലോ. അപ്പോൾ ഈ പുള്ളിക്കാരൻ അവിടെ ഈ ജൂനാർട്ടിസ്റ്റൊക്കെ ഇങ്ങനെ ഞാൻ ജൂനാർട്ടിസ്റ്റാണ് അങ്ങനെയല്ല ഒരു ക്രൗഡൊക്കെ കൊണ്ടുമില്ലേ അവിടെ പോയിരുന്ന അവരുടെ ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വിളമ്പനെ പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളിക്ക് എടുക്കണം ഒരു കയ്യിൽ ചോറ് ഒരു ചപ്പാത്തി എന്തെങ്കിലും ഒരു കറി അത്രയൊക്കെ ഉള്ളൂ. ഫുഡ് വളരെ കുറവാണ്. അപ്പം ഞാൻ ചോദിച്ചു ഇന്ദ്രൻസേട്ടാ അത് അവിടെ നിന്ന് ആർട്ടിസ്റ്റ് കഴിയുമ്പോൾ കഴിച്ചുകൂടെ എന്തിനാണ് വേറെ ബലം പിടിച്ച് കഴിക്കണേ നമുക്കിവിടെ മനസ്സമാനം കഴിക്കാമല്ലോ നമ്മുടെ ഇവിടെയൊക്കെ വന്നിരുന്ന്. അത് ശരിയാണ്. അവിടെ പോയിരുന്ന ബലം പിടിച്ച് കഴിക്കണേ ഇവിടെ മനസ്സമാനം കഴിക്കുക. തീർച്ചയായിട്ടും അങ്ങനത്തെ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ആ പേടിയാണ് പുള്ളിക്ക് ഫൈറ്റ് ഭയങ്കര. ജയറാമേട്ടനല്ലേ ജയറാമേട്ടൻ എങ്ങനെ ഇന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടാ. എന്താ ജയറാം പുള്ളിയും ഫൈറ്റൊക്കെ പക്ഷെ ഇത്തിരി ഈഗോക്കുള്ള ആളാണ്. കാരണം ഈഗോ അങ്ങനെയല്ല പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഫൈറ്റ് എന്നിട്ട് ചെയ്യും ചേട്ടൻ. പക്ഷെ മറ്റുള്ളവർ ചെയ്യണ പോലെ അത്രയൊന്നും ഇതില്ല. മറ്റുള്ളവർ ചെയ്യണ പോലെ ഒന്നും പുള്ളിക്ക് ഇതില്ല. ഫൈറ്റ് ചെയ്യും. ഈ പുള്ളിക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ മേത്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മാസ്റ്റാണെങ്കിലും ജനവിടെ ശരിയായില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പ്രശ്നമാവും. പുള്ളി അന്ന് ചെയ്യാവുന്ന അന്ന് ശരിയാവാത്ത എന്താ കുഴപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതവര് പുള്ളി ചില 10 എക്സ്പീരിയൻസ് ഉള്ള ആളും കൊണ്ട് ചെയ്യണമായിരിക്കാം. ഇപ്പോഴത്തെ ഭയങ്കര വാർത്തയാക്കുന്ന ഒരു സംഭവമാണ് ജയറാമേട്ടൻ. ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓവർ വിനയം കൊണ്ട് അങ്ങേർക്ക് കൂന് വന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ അത് ഓവറായിട്ടുള്ള ഒരു അത്രയൊന്നും നല്ല ആവശ്യമില്ല. ആർക്കുണ്ടായാലും അങ്ങനെ കുമ്പിട്ടിരിക്കണതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങള് ലൈവായിട്ട് കാണുന്നല്ലോ. ഞങ്ങള് ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റേ എന്താണ് മമ്മൂട്ടി ജയറാം കഴിഞ്ഞ അടുത്ത പടം ഉണ്ടായില്ലേ ഓസ്ലർ. അതില് അങ്ങനെ ഒന്ന് ചെന്നിട്ടുണ്ട്. ഞാൻ പോലീസുകാരനകത്ത് വെറൈറ്റി വേഷമാണ്. ഞാൻ താടിയൊക്കെ ഒടിച്ചിട്ട് പോലീസ് അവൻ അതിലുണ്ടായിരുന്നു പുള്ളി. പുള്ളി നാളെ കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ളു. എൻ്റെ പേര് മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ എനിക്ക് ഇനി പുള്ളി പടം തരാൻ പോണില്ല. എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ഒരു മാനസിക പുള്ളി വെറുതെയൊക്കെ പുള്ളി ആലമ്പൊക്കെ ഉണ്ടാക്കളയും. പുള്ളിക്ക് പുള്ളിയുടെ ഒക്കെ ആളെ കിട്ടിയില്ലെങ്കിൽ പുള്ളി സമ്മതിക്കുന്നില്ല. പറ്റിയ ആളെ. കാരണം പുള്ളി ഒരു ജൂനിയർസിലേക്ക് ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പുള്ളിക്ക്. എൻ്റെ ഒരു കാഴ്ചപ്പാട്. മറ്റുള്ളവർക്ക് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ്. നല്ലൊരു നടനാണ്. നല്ല നടനാണ്. പക്ഷേ ഒരു സൈഡിൽ ഇങ്ങനെ കുറച്ച് ചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ കണ്ടിട്ടുണ്ട്. എന്തായാലും ഓട്ടെ. ഇപ്പം നമ്മളിപ്പോൾ ഫൈറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു. ഇപ്പോൾ ഇടി കൊള്ളുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഏതെങ്കിലും ഒരു നടനെ നല്ലൊരു ഇടി ഇടിച്ചിട്ട് കൂടെ നിന്നിട്ട് സോറി പറഞ്ഞിട്ടുണ്ടോ? ഞാനോ? ചേട്ടനോട് ഒരു മൂക്കിനെയോ അങ്ങനൊന്നും ഇതൊന്നും ഞാൻ നോക്കിയേക്കുള്ളൂ. പിന്നെ നമുക്കറിയാലോ ഓരോരുത്തർ ഫൈറ്റ് കാണുമ്പോൾ നമുക്ക് ഇപ്പൊ പുതിയ തലമുറയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എങ്ങോട്ടാണ് ഈ വന്നത്. അപ്പൊ നമ്മള് അല്ലെങ്കിൽ നമ്മൾ പറയും ഫൈറ്റ് അതാ അവൻ ചെയ്തോട്ടെ എന്ന് പറയും. പണി അവനോട് പോകും. ദേഷ്യം വരാറുണ്ടോ? ചിലർ തെറ്റിച്ച് എത്ര പറഞ്ഞിട്ടും ടൈമിങ് ശരിയാവാതെ നമ്മൾ ഇടിക്കുമ്പോൾ ദേഷ്യം വരാറുണ്ടോ സെറ്റില്? ഇല്ല, ദേഷ്യമൊന്നും വന്നിട്ടില്ല. പറയും. കാരണം നമുക്ക് ഇപ്പൊ ഞാനൊരു 6-7 ചെറിയ സിനിമകള് സീരിയല് ഫൈറ്റ് മാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ തെറ്റി പോകുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ വർക്കൊന്നും പറയുന്ന തോന്നുന്നില്ല. കാരണം നമ്മളിങ്ങനെ വന്ന ആളല്ലേ. തീർച്ചയായിട്ടും വർക്കൊന്നും അങ്ങനെ പറയാൻ തോന്നിട്ടില്ല. ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അങ്ങനെ ഒരു
ദേഷ്യം ഇപ്പം എന്ത് വർക്കിന് എന്ത് പറയാൻ പറ്റുന്ന ദേഷ്യമില്ല, എന്താണ് അങ്ങനെ പറയുന്നുണ്ട് വരും. അത് മനുഷ്യനല്ലേ, നമുക്ക് മേല് വേദനയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കായാലും. ചേട്ടാ ഈ ഫൈറ്റ് ഇപ്പം നമ്മളാണ് സിനിമയിൽ ഒരു സീൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ പുലിമുരുകൻ ആയിക്കോട്ടെ, ഇപ്പോൾ റോബിൻ ഹുഡ് ആയിക്കോട്ടെ, ഏത് സിനിമ ആയിക്കോട്ടെ, ഒരു സിനിമയുടെ ഫൈറ്റ് സിനിമയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര വലുത് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം നിങ്ങളും കൂടി ഒരേ പവറിൽ നിന്നാലേ ആ സീൻ അവിടെ സക്സസ് ആവുള്ളൂ. അപ്പോൾ ഈ ഇടിയും ബഹളമൊക്കെ കഴിയുമ്പോൾ ഈ ഒരു സൈഡ് നായകന്മാരാണ്, ഒരു സൈഡ് വില്ലന്മാരാണ്. നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ അഭിനയം എന്നുള്ള സാധനം മാറ്റി വെച്ചിട്ട് സെറ്റിൽ നമുക്ക് വേണ്ടത്ര ഒരു പരിഗണന തരാത്ത പോലെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ടോ? ഭക്ഷണമാണെങ്കിലും മെഡിസിൻ ആണെങ്കിലും. അത് ഒരു സിനിമയിൽ പേര് പറയണില്ല, ഒരു സിനിമയിൽ ഞങ്ങൾ 12 ഗുണ്ടാസുണ്ട്. ഞങ്ങൾക്ക് പണി കൂടുതലാണ്, അറിയാലോ, ഫൈറ്റും കാര്യങ്ങളും ഓട്ടവും ചാട്ടം. ഇപ്പോൾ ഒരു സീൻ ഓടുന്ന സീനാണെങ്കിൽ 10 പ്രാവശ്യം വരുമ്പോൾ തന്നെ 1 കിലോമീറ്ററായി. അതെ അതെ. അപ്പോൾ അത് നമ്മൾ അത്രയും സ്ട്രെയിൻ ചെയ്തൊക്കെ ചെയ്യണ സംഭവമാണ്. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം വന്നു കഴിഞ്ഞപ്പോൾ അതിന് തിരക്കാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇവർ ഇത് ചോറും എന്നാൽ ബീഫാട്ടെ, ബീഫിൻ്റെ ചാറുണ്ടാവുള്ളൂ, പിന്നെ ഒരു അവിലെന്ന് പറഞ്ഞ കൊണ്ട് തന്നേക്കാം, പൊള്ളാച്ചിൽ വെച്ചാൽ ഷൂട്ട്. മറ്റന്മാരൊക്കെ വാങ്ങിച്ച് എനിക്കെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്താന്ന് വെച്ചു. അതായത് തികയില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരെ പ്രൊഡ്യൂസറത്തേക്ക് വന്നു. നമ്മൾ സാറേ ഇത് ഞങ്ങൾക്ക് അങ്ങനെ ഭക്ഷണമാണ്, ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ എല്ലാ ഇറച്ചിയും മീനൊന്നും ഇല്ല, സാമ്പാറും ചോറൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ലാന്ന് പറഞ്ഞു. പുള്ളി അപ്പം തന്നെ വന്നു. പുള്ളി അപ്പം തന്നെ അവരെ കുറച്ച് ചീത്തയാക്കി പറഞ്ഞ് എന്തോരം കാണിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പണിക്കണല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര കുശാലായിരുന്നു. പിന്നെ ചിക്കൻ ഫ്രൈ ആയി, മറ്റേ മറിച്ചതായി, പിന്നെ ഞങ്ങൾക്ക് വേണ്ടാത്ത കുറ്റങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് ദൂഷ്യം ചെയ്യും. അടുത്ത സിനിമ ചെല്ലുമ്പോൾ അവരവിടെ ഫുഡിന് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയാന്ന് പോലെ പറഞ്ഞോളയും. തീർച്ചയായിട്ടും. പക്ഷെ അന്ന് ഒരു മിക്ക സിനിമാക്കാരോട് ഉണ്ടായതിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് സങ്കടം വന്നു സത്യം പറഞ്ഞാൽ. കാരണം ഈ കളിയാക്കണ പോലെ ഈ ഇറച്ചിയുടെ ചാറും നമ്മ ഇറച്ചിയുടെ കഴിക്കാത്തിട്ടാണ് തന്നപ്പോൾ ഞാൻ നേരെ പ്രൊഡ്യൂസർ വന്നപ്പോൾ അങ്ങനെ ഒരുപാട്. പിന്നെ ഈ പറഞ്ഞ പോലെ സങ്കടം വരുന്ന കാര്യം വെച്ചാൽ ഈ കാരണന്മാരൊക്കെ ഉണ്ടാവും, ഈ ക്രൗഡിലൊക്കെ നിൽക്കാൻ പറ്റുന്ന അത് സങ്കടം വരുള്ളൂ നമുക്ക്. ഈ പറഞ്ഞ തന്നെ ഈ വെളുപ്പിന് 5 മണിക്ക് സെറ്റിൽ എത്താൻ വരും, 7 മണിക്ക് എത്തുന്ന ഷൂട്ട് ആ സമയത്തായിരിക്കുള്ളൂ. ഇവിടെ 5 മണിക്ക് വരാൻ പറ്റും. കാരണം 5 മണിക്ക് വരാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സൈഡ് സേഫ്റ്റി ആക്കാനാ 5 മണിക്ക് വരാൻ പറ്റും. അവര് ചിലപ്പോൾ അയലൊക്കെ വിട്ട് വണ്ടി കാശങ്ങ് വെച്ചിട്ട് വന്നത്. വരുമ്പോൾ പട്ടുസാരിയൊക്കെ ആയിരിക്കുള്ളൂ, പട്ടുസാരി മരുമക്കളെ ആയിരിക്കും. അതൊക്കെ കൊടുത്ത് വന്നുകൊണ്ട് വലിയ ഷോ കാണിക്കും. 10 പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ മരുന്ന് അടിക്കാനുള്ള കാശ് തന്നെ ആയിരിക്കുള്ളൂ. ചില ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ 10 മണിയാകുമ്പോൾ തുടങ്ങും പൊതി കഴിച്ചിട്ട് ഗുളികകൾ, 1 കിലോ ഗുളിക ഉണ്ടാവും. അയ്യോ. കാരണം വേറെ അവർക്ക് വേറെ തൊഴിലിൽ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അത് ആശ്രയം സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ക്രൗഡ് ചെയ്യാനാണ് വന്നത്. ഈ അവരോടൊക്കെ ഈ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഞാൻ ചൂടായിട്ടുണ്ട്. അതൊക്കെ ചൂടായിട്ടുണ്ട്. അവനെ ഇത് ചായ കഴിക്കുമ്പോൾ അപ്പോൾ എടുത്ത് പിടിക്കും, വെള്ളം വയ്ക്കുമ്പോൾ പക്കലിരിപ്പില്ലേ. ഞാൻ അടുത്ത് വിളിച്ചിട്ടുണ്ട്, എടാ മോനെ നിനക്കും അമ്മയൊക്കില്ലേ, ആ പുള്ളിക്കാരത്തേക്ക് ഒരു വെള്ളം നിന്റെ അതിമാരുടെ പോക്കലിലെ കുപ്പിൽ വെള്ളം ഇരിപ്പുണ്ടാവും നടക്കും. ഒരു ആർട്ടിസ്റ്റ് വെച്ചിട്ട് അപ്പം പൊട്ടി ഞാൻ കൊടുക്കും. ഈ പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ എഴുന്നാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, ഗുളി കഴിക്കാനായിരിക്കും. അപ്പോൾ എത്ര വെള്ളം ചോദിച്ചാൽ കൊടുക്കാനില്ല അവൻ്റെ ഇല്ലേ. ഞാൻ ചോദിച്ചേടാ നിനക്കും അമ്മയ്ക്കും വീട്ടിലേക്കില്ലേ, ആ പോക്കലിന് ഒരു വെള്ളം പുള്ളിക്കാരത്തേക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? അവരോടൊക്കെ പിന്നെ എത്ര പേരോട് ഇത്രയും മനസാക്ഷിയില്ലാത്ത ആൾക്കാരൊക്കെ. അതെല്ലാവരും ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ, ചില ആളുകളും മാത്രം. അവനൊക്കെ എന്തോ കാരണം ഒരു സിനിമയില് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, പ്രശ്നം ഉണ്ടാക്കിയല്ല, പുറത്തായിട്ട് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയില് പ്രൊഡക്ഷൻ പോയി. അവനും ഡയറക്ടറും ക്യാമറമാൻ ചീഫ് അസോസിയേറ്റ് ഇവരൊക്കെ ഒരു കണക്ഷനായി. കാരണം ഇവൻ അവർക്ക് അപ്പത്തപ്പോൾ ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നു, കരിക്കുളം കൊണ്ട് കൊടുക്കുന്നു, ഇവന്റെ കലാവിരുന്ന് മുളകിട്ട സർവത്ത്, അങ്ങനെ ഒരുപാട് കലാവിരുന്ന കൊണ്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് സന്തോഷമാണ്. പക്ഷെ ഇവൻ അവിടെ ആളായി. ഇവൻ പിന്നെ ഇതിലൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ മാറിയേക്ക് അവർ വിളിക്കും, ഇപ്പൊ അവിടെ പോയിരിക്കും, നീ ഇവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇവൻ പ്രൊഡക്ഷനിലെ വിളിക്കും, ഇവിടെ നിൽക്കണ്ട, ഇവൻ പറഞ്ഞു തുടങ്ങി. കുറെയൊക്കെ ഞാൻ ക്ഷമിച്ചു. ലാസ്റ്റ് വന്നപ്പോൾ ഇവൻ ഞങ്ങൾക്ക് കൂട്ടത്തിൽ കിടന്നു പറഞ്ഞ് തന്നോടുള്ള പറഞ്ഞാൽ മാറിക്കാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു വന്നേ എന്താ നിന്റെ ഉദ്ദേശം? നീ ഇവിടെ ചായ കൊടുക്കാൻ വന്നാണെങ്കിൽ നീ ചായ കൊടുത്തോ സർവത്തോ എന്തായിക്കോ, നീ ഞങ്ങളെ പിരിക്കാൻ പറഞ്ഞ. അതിനിവിടെ മാനേജർമാരുണ്ട്, അസോസിയേറ്റ് ഉണ്ട്, അവർ പറഞ്ഞോളൂ. ഇനി നീ ഇങ്ങനത്തെ പത്താൻ പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കൂല എന്ന് പറഞ്ഞു.
അപ്പം നേരെ ചെന്ന് അത് ഡയറക്ടറോട് പറഞ്ഞു. ഉം. ഡയറക്ടർ ഇത് പ്രശ്നങ്ങളോട് പറഞ്ഞു. ആ. പുള്ളി വന്നിട്ട് ചോദിച്ചാൽ എന്താ നമ്മൾ ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു. ഞങ്ങളത് മാറിയിരിക്കല്ലേ, അത് കുഴപ്പമില്ല, അത് ചില ആൾക്കാരുണ്ടാവും ഷിബു, ഇനി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞാൻ ചില പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഞാൻ ഏത് സെറ്റിൽ ഉണ്ടാക്കിയാൽ പ്രശ്നം ഉണ്ടാക്കില്ല. നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ പ്രതികരിച്ചു പോകും. പെൺപിള്ളേരുടെ മെക്കിട്ടേർന്ന ആരെങ്കിലും ഇഷ്ടംമാരുണ്ട്. ഇഷ്ടംമാരുണ്ട്. പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാനല്ലാണ്ട് വേറെ ഒരുത്തൻ പഴംപൊരി വെച്ചപ്പോൾ കൊടുത്തില്ല, ഇല്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം എന്ത് വെച്ചപ്പോൾ പഴംപൊരി ഇല്ല എന്ന് പറഞ്ഞു. അതൊക്കെ സ്വാഭാവികം തീർന്നുണ്ടാവും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പൊ ഈ അഭിനയിക്കാൻ വന്ന ജൂനിയർസിന്റെ പെണ്ണുങ്ങളില്ലേ, ഇവൻ കവറിലായി കൊടുത്തുകൂടാ അവർക്ക്. ഇവിടെ അത് നോക്കി നമ്മള് പഴംപൊരി വെച്ചപ്പോൾ തരാനില്ല. അവൻ നോക്കി. അപ്പോൾ അത് മാനേജറോട് പറഞ്ഞ, മാനേജർ ചേട്ടാ പോയി ഇത് നോക്കാൻ എനിക്ക് നേരമില്ല, അല്ലാണ്ട് എനിക്കൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെയല്ല ചേട്ടാ. ഞാൻ ചോദിച്ചു, ചേട്ടാ നീ എന്തേ കഴിഞ്ഞാൽ അത് ബാക്കുന്നത്, അപ്പം നീ ബാക്കുന്നപ്പോൾ അവർ വെച്ചപ്പോൾ നീ കൊടുത്തില്ല, അന്നേരം ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കണം നിർത്തി. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സിനിമയിൽ. ഈ പെമ്പിളേരെ വളയ്ക്കാൻ നടക്കണ ഒരുപാട്, എനിക്കും ഒരുപാട് വെച്ചിട്ടുണ്ട് എന്നോട് ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ ചാൻസ്. ശിവട നമ്മുടെ സിനിമയിൽ നല്ലൊരു സംഭവമുണ്ട്. 3 സീനുള്ളൂ, കിട്ടിക്കാൻ സീനാണ്. പൊള്ളാച്ചി എന്ന് പറഞ്ഞ ഒരു അത് പ്രത്യേകം പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. നല്ല സംഭവമാണ്, നല്ല ചെയ്യണം, പേയ്മെൻ്റൊക്കെ ചെയ്യണം, പറഞ്ഞ് വാങ്ങിച്ചു കൊള്ളണം എന്നൊക്കെ പറയും. ഓക്കെ, ഇന്ന ദിവസം ഷൂട്ട് തുടങ്ങും. ഓക്കെ, അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു കോൾ വരും. ഷൂട്ടാ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇന്നലെ കൂടി ഞങ്ങൾ കണ്ടടിച്ചെന്ന് പറഞ്ഞു ഷൂട്ടേണ്ട കാര്യം. അപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട്. അതെ ഷൂട്ടാ, അതെ നമ്മുടെ നായികയുടെ കൂടെ 2 കൂട്ടുകാരികൾ വേണം. ചേട്ടൻ്റെ ഗൾഫിൽ ആരെങ്കിലുണ്ടോ? അവൻ അങ്ങനെ ഒരു കണക്ഷൻ നമുക്ക് ഇല്ല. മോൻ അങ്ങനെ ഇല്ല അല്ലേ? ഞാൻ ചോദിച്ചെന്നുള്ളൂ കേട്ടാ, ചോദിച്ചെന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് പടം തുടങ്ങിയ ശേഷം നമ്മൾ വിളിയില്ല. അതൊക്കെ നമ്മൾ എങ്ങനെ അറിഞ്ഞ ചെല്ലോടെ നമ്മൾ ചെന്ന് നമ്മൾ അത് നമുക്കത് വേഷം പറഞ്ഞിട്ട്. അതെ പ്രൊഡ്യൂസറിൻ്റെ ഒരാൾ വന്നപ്പോൾ അത് അങ്ങോട്ട് മാറിപ്പോയി ചേട്ടാ, നമുക്ക് അടുത്ത പടത്തിൽ നോക്കാം. എന്തുകൊണ്ടായിരിക്കും? ഇവന് പെണ്ണോട്ടി കൊടുത്തില്ല. അങ്ങനെയൊക്കെ ചോദിക്കുന്ന ടീമുകളുണ്ടായിരുന്നല്ലേ? ഇവന് പെണ്ണൂട്ടി കൊടുത്തില്ല. അതായത് ഇവൻ കൂട്ടുകാരികളെ വേണം ചോദിച്ചവൻ ആ മറ്റേ പരിപാടിക്ക് വേണ്ടിയിട്ടാ. പെണ്ണുകൂട്ടി കൊടുക്കാത്തതിന് സിനിമ നമുക്ക് വേണ്ടെന്നേ, നമുക്ക് വേണ്ട. അതെ, നമുക്ക് എന്തിനാ അങ്ങനത്തെ ഡ്രിങ്ക്സ് അടിക്കാം, ആണുങ്ങളാണ് ഡ്രിങ്ക്സ് അടിക്കാം. അതെ, അപ്പോൾ നമുക്ക് ഒരു പേര് അടിക്കുക, അല്ലെങ്കിൽ രണ്ടടിക്കുക. പെണ്ണിൻ്റെ വീടൊക്കെ വേണ്ട. എത്ര പേര് ഇങ്ങനത്തെ എത്രയോ പേര്